ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വാഗണറാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ വാഗണർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ 2007 മോഡൽ 2027 വരെ വാലിഡിറ്റി ഉള്ള പുത്തൻ പേപ്പറായിട്ടുള്ള വാഗണറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ ഓടിക്കാം. LPG ആയിട്ട് ഓടിക്കാം, പെട്രോളായിട്ട് ഓടിക്കാം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്രോളിനൊക്കെ പ്രൈസ് കൂടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ വാഹനങ്ങൾ വേണ്ടി സ്വന്തമാക്കാം. റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവ് റേറ്റാണ്. നമുക്ക് അറൗണ്ട് ഒരു എന്താ പറയുക ഒരു ഓൾട്ടോക്കെ മേടിക്കുന്ന കാശ് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഇതിൽ ഫുള്ള് വ്യൂവിലേക്ക് പോകുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഇൻറ്റീരിയേഴ്സൊക്കെ നോക്കുന്നുള്ള വ്യക്തി തന്നെ ഇരിക്കുന്ന വാഹനം കൂടിയാണ് ഈ ഒരു വാഗണർ. ഓക്കെ, അപ്പോൾ വാഗണർ ഫുള്ള് കണ്ടു തരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വാഗണർ. ഈ ഒരു വാഗണറിന് കുറച്ച് പ്രത്യേകതയുണ്ട്. പ്രത്യേകത വെച്ചാൽ ഇത് രണ്ട് ഫ്യൂവലിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഒന്ന്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പെട്രോൾ ഫ്യൂവലിൽ നമുക്ക് ഓടിക്കാം. അതേപോലെ തന്നെ LPGയിലും നമുക്ക് ഈ വാഹനം ഓടിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വാഗണർ ഡുവോ എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കിയിട്ടുണ്ടായി. ഡുവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റാവുന്ന മോഡലാണ് ഡുവോ. അപ്പോൾ ആ ഒരു വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2007 ഇതിൻ്റെ മോഡൽ വന്നേക്കാം. 2007 മോഡൽ വാഹനം. അതുകൂടാതെ തന്നെ 2027 വരെ പുത്തൻ പേപ്പറുള്ള വാഹനം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ വൈസും നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ലാത്തവർക്ക് ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ എല്ലാ രീതിയിലും ഇപ്പോൾ ഇൻറ്റീരിയേഴ്സ് ആയാലും എക്സ്റ്റീരിയേഴ്സ് ആയാലും ഒരു ഗുണമേന്മ തരുന്നൊരു വാഹനം കൂടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഗണർ. കേട്ടോ, ഇതിൻ്റെ ഫുള്ള് വ്യൂവിലേക്ക് പോയേക്കാം. അതിനൊക്കെ തന്നെ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഔട്ട് സൈഡ് വ്യൂ നോക്കിയേക്കാം. ഇതാണ് ടോപ്പ് വ്യൂ വന്നേക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വാഹനമാണ്. വീലാർച്ച് നോക്കാം. വീലാർച്ച് നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച്, നല്ല ഗ്രിപ്പും ടയേഴ്സും കൂടെ കാണാം. അതേപോലെ വീൽ കപ്പും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റും നല്ല നീറ്റായിട്ടിങ്ങനെ ബോണറ്റും കൂടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഹെഡ് ലാമ്പ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിനും നല്ല ക്വാളിറ്റി നിൽക്കുന്നുണ്ട്. സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഇവിടെ ചെറിയൊരു ബോൾട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗം ഓക്കെയാണ്. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. സൈഡ് വ്യൂ നോക്കാം. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ നീറ്റായിട്ടിങ്ങനെ രണ്ട് ഡോർസും നമുക്കിവിടെ കാണാം. റൈറ്റ്, നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. ടയർ കണ്ടീഷൻ കുറച്ച് ഗ്രിപ്പ് കുറവാണ്. സൈഡ് വ്യൂ നോക്കാം. സൈഡ് വ്യൂ ആയാലും നല്ല ഭംഗിയിൽ തന്നെ ആയിരിക്കും സൈഡ് വ്യൂ. വിൻഷീൽഡിലേക്ക് വരാം. ഡിഫോവറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തരുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ബമ്പേഴ്സും നല്ല വൃത്തിയിൽ തന്നെ ബമ്പേഴ്സും നമുക്കിവിടെ കാണാം. ഓക്കെ, നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറായാലും ഇവിടെ വൃത്തിയിൽ തന്നെ ഇങ്ങനെ ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. വീലാർച്ചും നീറ്റാണ്. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡോർ പാഡ്സൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി നിൽക്കുന്നുണ്ട്. ഇവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സൊക്കെ നീറ്റായിരിക്കും. സീറ്റ്സ് നമുക്ക് കാണാം. കളർ തീമിലാണ് ചെയ്തേക്കണേ. അതുകൂടാതെ തന്നെ ഇവിടെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡാഷ്ബോർഡൊക്കെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. അതുകൂടാതെ തന്നെ ഇവിടെ റൂഫ് നോക്കാം. റൂഫായാലും ക്വാളിറ്റി തന്നെ റൂഫ്. സീറ്റ്സും റിയർ ഭാഗത്ത് സീറ്റ്സ് ആയാലും വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സും കൂടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് വാഹനം ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് ഡോർ പാഡ്സ് നീറ്റായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇവിടുത്തെ സീറ്റ്സ് നോക്കാം. നല്ല ഹെഡ് റെസ്റ്റൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സും കൂടെ കാണാം. ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും ക്വാളിറ്റി എന്ന് പറയാനല്ല, ചെറിയ രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്ക് നോക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ആണോ, പാർസൽ ഡ്രൈവോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് എക്സിറ്റ് അടിക്കാം. നമുക്ക് എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഇവിടെ എന്താണ് സംഭവം നോക്കിയേക്കാം. എൻജിൻ ലിഡൊന്ന് അപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഗണറിൻ്റെ എൻജിൻ ഭാഗം. വളരെ
നീറ്റായിട്ട് ചെയ്യുന്ന എൻജിൻ. അതേപോലെ തന്നെ ലീക്കേജോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. അല്ല, ഫ്രണ്ട് പോർഷനായാലും ഓക്കെയാണ്, ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ക്യാമറ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആപ്രോളിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കാം. ഓക്കെ, ലിഡിലേക്കൊന്ന് പോയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചൊക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. എടാ, ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇവിടെ സിലിണ്ടർ വയ്ക്കാനുള്ള ഒരു കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ടയറിൻ്റെ അവിടെ നമുക്കിവിടെ LPG കിറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ ഇത് മിക്കവാറും എനിക്ക് സംശയമുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഡുവോ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ടയർ വയ്ക്കാനുള്ള ഭാഗമാണോ? ഓക്കെ, സംശയമുണ്ട്. ബാക്കി ഇത് കാര്യത്തിലേക്ക് പോയേക്കാം. ഇവിടെ എഡ്ജസ് നോക്കിയേക്കാം. എഡ്ജസ് ആയാലും നീറ്റായിട്ടിങ്ങനെ ആ ഒരു എഡ്ജസ് നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്ക് ഇതിൻ്റെ ലിഡിലേക്ക് നോക്കാം. ലിഡായാലും നല്ല ഭംഗിയിൽ തന്നെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഗണർ കണ്ടു കഴിഞ്ഞു. 2007 മോഡൽ, 2027 വരെ വാലിഡ് പേപ്പറുള്ള വണ്ടി. ഇൻഷുറൻസ് ആയാലും എല്ലാ ഭാഗവും പേപ്പർ ഭാഗമൊക്കെ ക്ലിയർ ആയിട്ടാണ് വണ്ടി ഇവിടുന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് ഇറങ്ങാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലിങ്കിൽ കൂടി നിങ്ങൾക്ക് ഡെയിലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് നിങ്ങൾക്ക് വെറും 1,39,000 1.38 ലാക്സിന് മൊത്തം പേപ്പറുള്ള വാഗണർ നല്ല ഡീൽ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.